മുത്തങ്ങയിലെ ആദിവാസി ഭൂസമരത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ കണ്ണൂർ KAP 4-ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിലും അബ്ദുസ്സലാം ആക്രമിക്കപ്പെട്ട കേസിലും കൽപ്പറ്റ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ കോടതി ജഡ്ജി അയ്യൂബ് ഖാൻ പത്തനാപുരം വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. 23 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവിക്കുന്നത്. പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ഒന്നാം പ്രതിയായ ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദനെതിരെയുള്ള ഗൂഢാലോചന കേസ് നിലനിൽക്കില്ലെന്ന് വിധിന്യായത്തിൽ പറഞ്ഞു. കൊലപാതകം നടത്തിയ രണ്ടാം പ്രതി അശോകൻ ഈ കാലയളവിൽ മരണപ്പെട്ടിരുന്നു. അശോകനാണ് വിനോദിനെ അവസാനമായി വെട്ടിയതെന്നും ഇതാണ് മരണകാരണമെന്നും കോടതി കണ്ടെത്തി. പ്രതി മരണപ്പെട്ടതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ 53 പേരെയാണ് പ്രതികളാക്കിയിരുന്നത്. 15 പേർ ഈ കാലയളവിൽ മരണപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം വാർദ്ധക്യത്തിൽ എത്തിയവരാണ്. എന്നാൽ മറ്റൊരു പോലീസുകാരൻ അബ്ദുൽ സലാമിനെ ആക്രമിച്ച കേസിൽ ഗീതാനന്ദനടക്കം 4 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 53 പേരെ ഈ കേസിൽ വെറുതെ വിട്ടു. 2003 ജനുവരി മാസം 5-ാം തീയതിയാണ് മുഴുവൻ ആദിവാസികൾക്കും ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് M. ഗീതാനന്ദന്റെയും CK. ജാനുവിന്റെയും നേതൃത്വത്തിൽ ആദിവാസികൾ മുത്തങ്ങയിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 19-നാണ് സമരക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയത്. അന്ന് സമരക്കാർ ബന്ദികളാക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുക കൂടിയായിരുന്നു ലക്ഷ്യം. പോലീസുകാരൻ വിനോദും ആദിവാസി യുവാവ് ജോഗിയും സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിനോദ് കൊല്ലപ്പെട്ട കേസും അബ്ദുൽ സലാം ആക്രമിക്കപ്പെട്ട കേസും ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. CBI പബ്ലിക് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് പ്രോസിക്യൂഷനു വേണ്ടി വാദം പൂർത്തിയാക്കി. പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റഷീദും ഹാജരായി. മുത്തങ്ങ സമരനായികയായി പിന്നീട് അറിയപ്പെട്ട CK. ജാനുവും വിട്ടയച്ച പ്രതികളിൽ ഉൾപ്പെട്ടു.